നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10, 2025 ബുധൻ. ഗവൺമെൻറ് ഷട്ട്ഡൗണിനെ തുടർന്ന് യുഎസിൽ നിന്നും മാറ്റിവെച്ച സെപ്റ്റംബർ മാസത്തെയും ഒക്ടോബർ മാസത്തെയും ജോബ് ഓപ്പണിംഗ് ഡാറ്റ ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അവയുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ജാഗ്രതയെ തുടർന്നും ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന് മുകളിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിനാലും ഇന്നലെയും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുക മാത്രമല്ല ഈ മാസത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്ത് നിന്നും വരികയും ഉണ്ടായത് 3760.08 കോടി രൂപയുടെ. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6224.89 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 25,700 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 25,700 എന്ന ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രമല്ല 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമാണ്. ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. യുഎസ് ഗവൺമെന്റിന്റെ ഷട്ട് ഡൗണിനെ തുടർന്ന് മാറ്റിവെച്ച സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ജോബ് ഓപ്പണിംഗ് ഡാറ്റകൾ ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഓഗസ്റ്റിലെ 7.2 മില്യൺ നിന്നും സെപ്റ്റംബറിൽ വന്നപ്പോൾ 7.658 മില്യൺ ആയിട്ട് ജോബ് ഓപ്പണിംഗിൽ വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സെപ്റ്റംബറിൽ നിന്നും ഒക്ടോബറിലേക്ക് വന്നപ്പോൾ അത് 7.67 മില്യന്റെ നേരിയ ഉയർച്ച മാത്രമേ സെപ്റ്റംബറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായുള്ളൂ. എന്നിരുന്നാലും ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പണിംഗ് ഡാറ്റയാണ് ഇന്നലെ യുഎസിൽ നിന്നും റിലീസ് ചെയ്യുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 8:15 കാനഡയിൽ നിന്നും ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. നാളെ വെളുപ്പിനെ 12:30 ഇന്ത്യൻ സമയം യുഎസിൽ നിന്നും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. തുടർന്ന് FOMC ഇക്കണോമിക് പ്രൊജക്ഷൻസിന്റെയും ഫെഡ് കോൺഫറൻസിന്റെയും റിലീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുമുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. വിപ്രോ ADRന് 1% നേട്ടവും കൈവരിക്കുവാനായി. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഇൻഡിഗോയുടെ സർവീസുകളിൽ 5% കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. എന്നാൽ അതിനു പുറമെ ഇന്നലെ വീണ്ടും 5% കൂടി സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. കാരണം കമ്പനി സാധാരണ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും റീഫണ്ട് പ്രക്രിയ വേഗത്തിലാക്കുന്നതിനുമായാണ് സർക്കാർ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ യുഎസ് മാർക്കറ്റിലും ജാഗ്രത പുലർത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപന പ്രകാരം H200 പ്രോസസ്സേഴ്സിന് ചൈനയിലേക്കുള്ള കയറ്റുമതി അനുമതി യുഎസ് ഗവൺമെന്റ് നൽകുകയുണ്ടായി. എന്നാൽ അതേസമയം 25% താരിഫ് ഈ കയറ്റുമതിക്ക് യുഎസ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തൽഫലമായി ഇന്നലെ NVIDIA സ്റ്റോക്കിന്റെ വിലയിൽ 2% ഉയർച്ചയും അനുഭവപ്പെട്ടു. എങ്കിലും യുഎസ് മാർക്കറ്റിൽ S&P 500 ഇന്നലെ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.25% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക.
ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.09 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $58.38 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് വ്യാപാരത്തിൽ തുടരുന്നു. ഗോൾഡിന്റെ വില നിലവിൽ $4,207.87 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ അടുത്ത വീക്കിലി കോൺട്രാക്ട്സിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ഇന്നത്തോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും. നിലവിൽ PCR 0.67 എന്ന നിലയിലും മാക്സ് പെയിൻ 25,900 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. നിലവിലുള്ള വീക്ക്നെസ്സിനെയും വോൾട്ടാലിറ്റിയെയും സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള കൂടാതെ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-20 ഡേ EMOകളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAക്ക് തൊട്ടു മുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും RSI ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 50 എന്ന ലെവലിന് താഴേക്ക് പതിക്കുകയുണ്ടായി. 47.08 എന്ന ലെവലിലായിട്ടാണ് RSI നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് ഫുഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.89 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച സ്മാർട്ടായിട്ടുള്ള റിക്കവറിയെ തുടർന്ന് ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേ EMA മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എങ്കിലും RSI ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 56.67 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്വിഗ്ഗി 390.51 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തുകൊണ്ട് QIP ഇന്നലെ കമ്പനി ഓപ്പൺ ആക്കുകയുണ്ടായി. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ആന്ധ്രാപ്രദേശിലെ കാസാഫി പ്ലാസയുടെ പ്രവർത്തനത്തിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് 328.8 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് കമ്പനിയുടെ മൊത്ത ടോൾ പിരിവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 15.8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 716.1 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. GPT ഇൻഫ്രാ പ്രോജക്ട്സ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും 199.17 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഗോദ്രേജ് ആഗ്രോവേറ്റ് 150 കോടി രൂപ മുടക്കിക്കൊണ്ട് 40 ഏക്കറിൽ വരുന്ന ഡയറി പ്രോസസ്സിംഗ് ഫെസിലിറ്റിക്കായിട്ട് കമ്പനി തെലങ്കാന ഗവൺമെന്റുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. ടാറ്റ പവർ കമ്പനി 400 kV കൊട്ടേശ്വർ ഋഷികേശ് ട്രാൻസ്മിഷൻ ലൈൻ കമ്മീഷൻ ചെയ്തതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. അനുപം രസായൻ ഇന്ത്യ US ആസ്ഥാനമായുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കമ്പനിയായ ജെയ്കോക്ക് ഫൈൻ കെമിക്കൽസ് കോർപ്പറേഷന്റെ 100% വരുന്ന ഓഹരികൾ $150 മില്യൺ ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.